ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വിഷു കഴിഞ്ഞിട്ട് ഒരു 1 month ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഇവിടെ വിഷുവിൻ്റെ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ് അത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിൻ കെയർ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സൺസ്ക്രീൻ മാത്രം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സൺസ്ക്രീനിൽ നിന്ന് തുടങ്ങാം. സൺസ്ക്രീൻ ഡെർമക്കോൻ്റെ അൾട്രാ മാറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതാണ്ട് ഉപയോഗിച്ച് തീരാറായി. ഞാൻ അക്വാലജിക്കയുടെ സൺസ്ക്രീനാണ് സാധാരണ യൂസ് ചെയ്യാറ്. പിന്നെ ഇത് നമ്മുടെ സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നമുക്ക് ട്രയലായിട്ട് പ്രോഡക്റ്റ്സ് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഈ ഡെർമക്കോൻ്റെ അൾട്രാമാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ ഇത്. ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ ലാക്മേ 95. ഇതാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ രണ്ട് കളറായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ കൈകൊണ്ടാണ് എൻ്റെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാത്തപ്പോൾ ഞാൻ നമ്മുടെ സ്പഞ്ച് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ആദ്യം ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് നൈക്കയുടെ ഒരു ചെറിയ ഐ ഷാഡോ പാലറ്റ് ഉണ്ടായി. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഈ ഷെയ്ഡ് എടുത്തിട്ട് ഈ ഐബ്രോന്റെ താഴെയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ. അതിനുശേഷം ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നീറ്റായിട്ടൊന്നും അപ്ലൈ ചെയ്യണില്ല. അതിനുശേഷം ഞാൻ ഡാസ്ലറിൻ്റെ നമ്മുടെ സാധാരണ ഒരു ഐലൈനർ വെച്ചിട്ട് ഇതിനെ വിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 കണ്ണ് നമ്മൾ ഈ ഐലൈനർ വെച്ചിട്ട് ടാറ്റു, അത് പെൻസിലായതുകൊണ്ട് തന്നെ ഷാർപ്പായിട്ട് വിങ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ നോർമൽ ഐലൈനർ വെച്ചിട്ടാണ് വിങ് ഇട്ട് കൊടുത്തത് കേട്ടോ. നെക്സ്റ്റ് താഴെ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെ ഒന്നങ്ങനെ ഈ ഔട്ടർ കോർണറിൽ മാത്രം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഔട്ടർ കോർണറിൽ മാത്രം. നെക്സ്റ്റ് വന്നിട്ട് എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി മസ്കാരയാണ്. നല്ല വോളിയം കൊടുക്കും. നമ്മുടെ ലാഷസിന് നന്നായിട്ട് വോളിയം കൊടുക്കുന്നുണ്ട്. അടിപൊളി മസ്കാരയാണ്. ഇത് മെയ്ഡ് ഇൻ ലണ്ടൻ ആണ്. ഞാൻ മേടിച്ചിട്ടുള്ളതല്ല. ഇത് എനിക്കൊരു ഫ്രണ്ട് തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ലാഷസിന് നല്ല വോളിയം കൊടുക്കുന്നതാണ്. നമ്മൾ കണ്ണ് എഴുതാൻ തന്നെ ഈ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വോളിയം തോന്നിക്കും കേട്ടോ. കണ്ണൊക്കെ നല്ല വലിയ കണ്ണായിട്ട് തോന്നിക്കും. അടിപൊളി സംഭവമാണത്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടാൻ പോകുന്നത്. പക്ഷെ ഇത് കുറച്ച് ന്യൂഡാണ്. അപ്പം എൻ്റെ ഡ്രസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഡ്രസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ട് ലിപ്പ് എടുത്ത് കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മൈ ഗ്ലാമിൻ്റെ നല്ല റെഡ് ലിപ്സ്റ്റിക്ക് ആദ്യം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
നല്ല പിഗ്മെന്റഡ് ആണ് ഈ ലിപ്സ്റ്റിക്ക്. ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല കളർ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്ക്. രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു മെറൂൺ ടൈപ്പ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെറൂൺ അല്ല, കുറച്ചും കൂടി മെറൂണിന്റെ താഴെ വരും. പക്ഷെ നല്ല റെഡും അല്ല, ന്യൂഡും അല്ലാത്ത ടൈപ്പ് ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ആണ് കേട്ടോ. അതിനുശേഷം ഞാൻ അതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ഇടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഡ്രസ്സാണ്, അപ്പം ഞാൻ ചെറിയ ബ്ലാക്ക് ഫോട്ടോ എടുക്കാൻ പോകണം. പിന്നെ ഞാൻ ഇടാൻ പോകുന്ന ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ്. അപ്പോൾ നമുക്കൊരു സിന്ദൂരം കൂടി ആവാം. സിന്ദൂരം പൗഡർ ആയതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സ്റ്റിക്ക് വെച്ച് തൊട്ടിട്ട് പിന്നെ അതിന് മേലെയാണ് കുറച്ച് സിന്ദൂരം വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആ സിന്ദൂരം പരന്ന് പോവും. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. ലിപ്സ്റ്റിക് കൊണ്ട് ചെറുതായിട്ടൊന്ന് സിന്ദൂരം തൊട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സിന്ദൂരം തൊട്ടു. ഇനി നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണാം കേട്ടോ. ഇതാണ് അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.